അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു അറിവ് തന്നെയാകുമെന്ന് വിശ്വസിക്കുന്നു. അതിന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. തീർച്ചയായിട്ടും ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാതെ നമുക്കിനി വേണ്ടുന്ന നല്ല കാര്യം, അതായത് നഷ്ടപ്പെട്ടു, നമ്മളിൽ നിന്നും ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി, അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചിരിക്കാതെ നമ്മളിലിനി എന്താണ് നന്മ വരാനിരിക്കുന്നത്. നമ്മളിൽ ഒരുപാട് പേരും നമ്മുടെ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ജോലി നഷ്ടപ്പെട്ടവരായേക്കാം, അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടവരായേക്കാം, അല്ലെങ്കിൽ നമ്മുടെ കല്യാണം നഷ്ടപ്പെട്ടവരായേക്കാം, അല്ലെങ്കിൽ മുടങ്ങിയവരായിരിക്കാം. നമ്മളെല്ലാം തീരുമാനിച്ചു വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് നമുക്ക് നമ്മുടെ കല്യാണം നടക്കില്ല, അല്ലെങ്കിൽ ജോലിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുമ്പോഴായിരിക്കും അറിയുന്നത് ആ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല, അവർ നമ്മളെ വിളിച്ചിട്ടില്ല എന്ന് അറിയുന്നത്. അപ്പോഴുണ്ടാകുന്ന വിഷമം അറിയിക്കാവുന്നതിലും അപ്പുറമാണല്ലേ. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ചില ആളുകൾ നമ്മളോട് അല്ലെങ്കിൽ കടം ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ട് തരാമെന്ന് പറഞ്ഞവർ പിന്നീട് ഇന്ന ഡേറ്റ് പറഞ്ഞിട്ട് പിന്നീട് അത് തരാത്തവരായിരിക്കും. അല്ലെങ്കിൽ അപ്പോ നമ്മൾ അവരെ കുറിച്ച് ആലോചിച്ചായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇന്നിടത്തുനിന്ന് പൈസ കിട്ടും, അല്ലെങ്കിൽ ഇന്ന ആള് തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീടാണ് അറിയുന്നത് നമുക്കത് നിന്ന് നഷ്ടമായി പോയി, അല്ലെങ്കിൽ നമുക്ക് തരാൻ സാധിക്കുന്നില്ല അവർക്ക്. അതുപോലെ തന്നെ പല കാര്യങ്ങളും, ചിലപ്പോൾ നല്ല വീട് നമ്മുടെ നമ്മുടെ ഉള്ളം കയ്യിൽ വന്നിട്ടായിരിക്കും നമ്മളിൽ നിന്നത് നഷ്ടമായിട്ട് പോകുന്നത്, അല്ലേ. ഇൻഷാ അല്ലാഹ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിൽ നിന്നും നമുക്ക് നല്ലത് വന്നു ചേരാൻ, അതിനേക്കാളും നല്ലത് വന്നു ചേരുവാൻ വേണ്ടിയിട്ട് എന്താണ് ഓതേണ്ടത്? അല്ലാഹുമ്മ അജിർനി ഫി മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹ, അല്ലേ. ഈ നല്ലൊരു ദുആ നിങ്ങൾ എപ്പോഴും ഓതുവാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനേക്കാളും നല്ലത്, ഏറ്റവും മികച്ചത് റബ്ബ് നമുക്ക് തരും ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഹദീസുകളിൽ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കാരണം അതായത് അള്ളാഹുവിന്റെ വിധിയില്ലാതെ നമുക്ക് ഒരു മണി അരി പോലും നമ്മൾക്ക് അള്ളാഹുവിന്റെ വിധിയില്ലാതെ നമ്മൾക്ക് കഴിക്കാൻ കഴിയുകയില്ല എന്നുള്ളത്. അപ്പൊ അതുപോലെയാണ് ഓരോ കാര്യവും. നമുക്ക് വിധിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിധിച്ചിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാളും നല്ലത് തരുവാൻ വേണ്ടിയിട്ടായിരിക്കും അള്ളാഹു നമ്മളിൽ നിന്നും അത് എടുത്തു കളഞ്ഞത് എന്ന് വേണം നമ്മൾ സമാധാനിക്കാൻ, അല്ലെങ്കിൽ ചിന്തിക്കാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ആദ്യം അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, നമുക്ക് നല്ല കാര്യങ്ങളെ കുറിച്ച്, നമ്മളിലോട്ട് വന്ന അള്ളാഹു തന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് അൽഹംദുലില്ലാഹ് എന്ന് പറയുക, മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് നന്മ ചെയ്യുക, അല്ലെങ്കിൽ അള്ളാഹുവിനോട് നന്ദി പറയുന്നവരായിരിക്കുക എപ്പോഴും. അതുകൂടെ കൂടാതെ ഈ ദുആയും കൂടെ ചൊല്ലുക, എന്നും ചൊല്ലുക, എപ്പോഴും ചൊല്ലുക, പഠിച്ചു വെച്ചിരിക്കുക. കാരണം നമ്മളിൽ നിന്നും നഷ്ടമായതിനെ അത് പൊക്കൊള്ളട്ടെ, നഷ്ടമായത് പോട്ടെ, അത് കഴിഞ്ഞിട്ട് നല്ലത് വന്ന് ചേരുവാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ദുആ നമ്മൾ ചൊല്ലുക. തീർച്ചയായിട്ടും നമ്മളിലോട്ട് നല്ല കാര്യങ്ങൾ വന്നു ചേരുവാനും അതുവഴി നമ്മുടെ കാര്യങ്ങൾ നടക്കുവാനും ഇൻഷാ അല്ലാഹ് നല്ല നല്ല അനുഗ്രഹങ്ങൾ നമുക്ക് ചുരിഞ്ഞ് അള്ളാഹു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. തീർച്ചയായിട്ടും മറ്റുള്ളവരിലോട്ടും കൂടി ഈ നന്മ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് സംസാരം കുറച്ചുകൂടെ ക്ലിയർ ആവാത്തതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ക്ഷമിക്കണം. തീർച്ചയായിട്ടും എല്ലാവരും ഓതുവാൻ വേണ്ടി ശ്രമിക്കുക, എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യാം. തീർച്ചയായിട്ടും എല്ലാവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം പൂർത്തീകരിച്ച് റബ്ബ് തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു.
ഇൻഷാ അല്ലാ വീണ്ടും ഇതുപോലുള്ള നല്ലൊരു അറിവുമായിട്ട് കാണാം. ഇൻഷാ അല്ലാ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണുവാൻ വേണ്ടി ശ്രമിക്കുക. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുവാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.